ശബരിമല സന്നിധാനത്തിന് സമീപത്തെ നടപ്പന്തലിലും ചന്ദ്രക്കല പതിച്ച പച്ചക്കൊടി വിവാദമാകുമെന്ന് കണ്ട കൊടി അഴിച്ചുമാറ്റി പച്ചക്കൊടി കിട്ടിയതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയെന്ന സംശയം പവിത്രമായി സംരക്ഷിക്കുന്ന സന്നിധാനത്തിന് സമീപത്തെ നടപ്പന്തലിലാണ് ഇസ്ലാം മത രാജ്യങ്ങളിലെ കൊടികളോട് സാമ്യമുള്ള പച്ചക്കൊടി ഉയർത്തിയത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ക്ഷേത്രം. പലപ്പോഴും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആ കഠിനവ്രതം അനുഷ്ഠിച്ചാണ് ഇവിടേക്ക് അയ്യപ്പന്മാർ എത്തുന്നത്, സ്വാമിമാർ എത്തുന്നത്. ഇത്തരത്തിൽ കഠിനവ്രതം അനുഷ്ഠിച്ച് എത്തുന്ന ക്ഷേത്രം ഇവിടെ ആചാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലേക്കാണ് ഇത്തരത്തിൽ ഒരു ആചാര ലംഘനം തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ ഇവിടെ ഒരു കൊടി ഒരു പച്ച കളറിൽ ഉള്ള ഒരു കൊടി വച്ച് കെട്ടിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ചന്ദ്രകല അടക്കമുള്ള ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കൊടിയായിരുന്നു ഇവിടെ കെട്ടിയിരിക്കുന്നത്. അത് പിന്നീട് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഈ ഭാഗത്ത് കൊടി കെട്ടി അതിനുശേഷം അത് 2 ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ശബരിമല എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളുടെ ലക്ഷക്കണക്കിന് ഒരു മണ്ഡല സീസണിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി സ്വാമിമാർ ഇവിടേക്ക് എത്തുന്ന ക്ഷേത്രം. ആചാരങ്ങളിൽ അത്രത്തോളം വളരെ കർശനമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം. ഇവിടേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പച്ചക്കൊടി ഇവിടെ വെച്ചിരിക്കുന്നത്, ചന്ദ്രകല ചാർത്തിയിരിക്കുന്ന ഒരു പച്ചക്കൊടി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പച്ചക്കൊടി ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു കൊടി ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ആചാരലംഘനം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുള്ളൂ. ആ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ഇതിന് ഗൗരവം കൂടുതലാണ്. നമുക്കറിയാം, വാവർ സമയവുമായി ബന്ധപ്പെട്ടുള്ള ചില കഥകളൊക്കെ ഉണ്ടായിരുന്നു മുൻപ്. അത്തരത്തിൽ ഈ ഒരു സന്നിധാനത്തേക്ക് അടക്കം ഇത്തരത്തിലുള്ള ഒരു ആചാരങ്ങൾക്ക് എതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിൽ കൃത്യമായ ഗൂഢാലോചന അടക്കം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം സംശയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും ഇത് അതീവ ഗൗരവമായി തന്നെ കണക്കിലെടുക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യമായി തന്നെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ സംഭവത്തിൽ.